ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ മക്കളെ, എല്ലാവരും നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണെന്നും അതുപോലെ തന്നെ അതിന്റെ റിലേഷൻസും അല്ലെ അതിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു റെക്ടാംഗിളിന് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യാടാ? അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നീളവും വീതിയും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഏരിയ കിട്ടും. പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഏരിയയും അതുപോലെ തന്നെ വോളിയവും ഈക്വൽ ആണോ? അപ്പൊ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡേർഡിൽ ആദ്യമായി കേൾക്കുന്ന കാര്യമായിരിക്കും അല്ലെ. വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. ശരിക്കും ഒരു 3D ഫിഗർ, അത് ഏത് 3D ഫിഗറോ ആയിക്കോട്ടെ, ആ ഒരു 3D ഫിഗറിന് വോളിയം ഉണ്ടായിരിക്കും എന്നാണ് പറയുക. അപ്പൊ ഇവിടെ എടുക്കുന്ന നിങ്ങളിപ്പോ ബോർഡിൽ കാണുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ക്യൂബ് ഷേപ്പിലുള്ള അല്ലെ, ഒരു റെക്ടാംഗിൾ ബ്ലോക്ക് ഷേപ്പിലുള്ള ഒരു ചെറിയൊരു പാത്രം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഈ ഒരു പാത്രത്തിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യെസ്, ഈ ഒരു ക്യൂബിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു എന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ വെള്ളം അതിങ്ങനെ നിറഞ്ഞ് അത് ഫുള്ളായിട്ട് കിടക്കും അല്ലെ. ആ ഒരു ക്യൂബില് അല്ലെങ്കിൽ ആ ഒരു റെക്ടാംഗിൾ ബ്ലോക്കില് ഫില്ലായിട്ട് കിടക്കുന്ന, അത് മൊത്തത്തിൽ നിറഞ്ഞു കഴിഞ്ഞാല് ആ വെള്ളത്തിന്റെ അളവാണ് ശരിക്കും ആ ഒരു ക്യൂബിന്റെ അല്ലെങ്കിൽ ആ ഒരു റെക്ടാംഗിൾ ബ്ലോക്കിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. സോ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ റെക്ടാംഗിൾ ബ്ലോക്കിന്റെ കേസിൽ മാത്രമല്ല, നിങ്ങൾക്ക് മാത്സ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ അധികം അക്വേറിയത്തിന്റെ കേസിലൊക്കെ ആയിരിക്കും. അക്വേറിയത്തിൽ വെള്ളം നിറയുന്ന കേസ്, അല്ലെങ്കിൽ ഒരു ലോറിയുടെ പുറകില് മണല് നിറയുന്ന കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ വോളിയം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എടാ, ഇപ്പൊ തന്നെ നോക്കിയാൽ കാണാം, ഈ ഒരു ക്യൂബ് ഷേപ്പുള്ള ആൾക്ക് എന്തുണ്ട്? അതിന് നീളമുണ്ട്, വീതിയുണ്ട് അല്ലെ. ലെങ്ത്തും അതേപോലെ തന്നെ ബ്രെഡ്ത്തും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ അതിന് ഒരു ഉയരം അല്ലെങ്കിൽ ഹൈറ്റും കൂടെ ഉണ്ട്. യെസ്, അതിനെ നമ്മൾ ഷോർട്ടാക്കി എച്ച് എന്നെടുക്കാം. സോ നമുക്ക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യാപ്തം കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ക്യൂബ് ഷേപ്പുള്ള അല്ലെങ്കിൽ റെക്ടാംഗിൾ ബ്ലോക്കിന്റെ ഷേപ്പുള്ള ഏത് വസ്തു ആയിക്കോട്ടെ, അതിന്റെ നീളവും വീതിയും ഉയരവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്റെ കുട്ടികൾക്ക് അതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു വലിയ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബൈ ബൈ.